once again, welcome back to Easy Crafts. നമ്മുടെ ലാസ്റ്റ് ലോങ് വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. നമ്മുടെ ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ ഒന്ന് റീഫിൽ ചെയ്യാനുള്ള ഷോപ്പിങ്ങിന് പോയതിൻ്റെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഈ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഓൺലൈൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ഒരു വലിയ പാക്കേജ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതി എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പൊതി എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ എങ്ങനെ ആ ക്രാഫ്റ്റ് വീഡിയോ കംപ്ലീറ്റ് ആക്കുക, അത് അപ്പം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ പൊതിയൊക്കെ പൊളിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ മറ്റൊരു പൊതി പൊളിക്കൽ വീഡിയോ അല്ലെങ്കിൽ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ ഓപ്പൺ ആക്കുന്നത് ഒരു ട്യൂസർ സെറ്റ് ആണ്. പർപ്പിൾ കളറിലാണ് മേടിച്ചിട്ടുള്ളത്. വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ 2 ട്യൂസേഴ്സ് ആയിരുന്നു അത്. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ചെറിയ ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇത് നമുക്ക് ബൊക്കേസിനും അതല്ലാതെയുള്ള അലങ്കാര പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ നമ്മൾ ജേർണലിങ്ങിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോട്ട്സ് ആണ് ഇത്. ഒരു 4-5 ഷീറ്റ്സ് ഓഫ് കോട്ട്സ് ഉണ്ട്. നമ്മൾ സൂൺ ജേർണലിങ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബോക്സ് മറ്റൊന്നുമല്ല, നമ്മുടെ വാഷി ടേപ്സ് ആൻഡ് കവായി സ്റ്റിക്കേഴ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള പേർപ്പിൾ ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള കുറച്ച് വാഷി ടേപ്സും സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ഷീറ്റ്സ് മാത്രമാണുള്ളത്. ആൻഡ് അതിനുശേഷം നമുക്കൊരു 4 റോൾ ഓഫ് വാഷി ടേപ്സ് ഉണ്ട്. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 എണ്ണം ഓഫ് ദ സെയിം സൈസും ഒരെണ്ണം കുറച്ച് ബ്രോഡായിട്ടുള്ള വലിയ സൈസാണ്. ഇതിൽ പലതും ഞാൻ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടും ഉണ്ടാവും ഓൾറെഡി. ബിക്കോസ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചത് കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബൈ നൗ നമ്മൾ പല വീഡിയോസിലും ക്രാഫ്റ്റിലും ഒക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ടോയ്സ് ആണ്. ഇതിൽ കുറേ ഡിഫറെൻറ്റ് ആനിമൽസിൻ്റെ ഫോംസ് ഉണ്ട്. ബെയർ ഉണ്ട്, റാബിറ്റ് ഉണ്ട്, എർത്ത് വേം ഉണ്ടായിരുന്നു, ഡൈനസർ ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു ഇൻ മിഡിൽ ഓഫ് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു പാർസൽ വന്നതെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ നിറച്ചത് കണ്ടില്ലേ, പെയിൻറ്റും കളേഴ്സും ഒക്കെയാണ്. പക്ഷേ ഞാനതൊന്നും ബോദർ ചെയ്യാൻ നിന്നില്ല. ഞാൻ ഇത് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇത്തവണ കുറച്ച് അധികം സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കാര്യമായിട്ട് സ്റ്റിക്കേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ കുറച്ചെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കരുതി നമ്മൾ ഒട്ടും കുറയ്ക്കേണ്ട എന്നുള്ളത്. ഇതുപോലത്തെ 2 പാക്കേജസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിന് മുന്നേ നമ്മൾ കണ്ടത് മറ്റേ വാഷി ടേപ്സ് വിത്ത് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓരോ തീം ബേസ്ഡ് കളക്ഷൻസ് ആയിരുന്നു. പിന്നെ ഈ കാണിക്കുന്നതും ഒരു സ്റ്റിക്കർ സെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു വിൻറ്റേജ് തീം പോലെ ആയിരുന്നു ഈ സ്റ്റിക്കേഴ്സ് ഉള്ളത്. ഇതിൽ പല ടൈപ്പ് വെറൈറ്റി ഓഫ് സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വെറും കോട്ട്സ് മാത്രമായിട്ടുണ്ടായിരുന്നു, അതല്ലാതെ സാധനങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങളായിട്ടായിരുന്നു ഈ വിൻറ്റേജ് കളക്ഷനിലുണ്ടായിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ ഭാവിയിൽ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി സമയമൊന്നും കളയണ്ടല്ലോ, ഇത് വെറുതെ എടുത്തൊട്ടിച്ചാൽ മതിയല്ലോ. ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇതും നിങ്ങൾ പല ആൾക്കാരുടെ അടുത്തും അല്ലെങ്കിൽ എന്താ പറയുക ജേർണലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കാണുന്ന സ്ഥിരമായിട്ട് കൈവശം ഉണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ കരുതി നമ്മൾ മാത്രമായിട്ട് കുറയ്ക്കേണ്ട, നമുക്കും ഇതുപോലെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ കൈവശം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യം വരിക വെച്ചാൽ ആ സമയത്തെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമ്മൾ മേടിച്ചു താബാസ്കുഷി. താബാസ്കുഷി എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവർക്കും വേണമെന്ന് കരുതുന്ന അല്ലെങ്കിൽ പല ആൾക്കാരുടെ കൈവശം ഉണ്ടാവുന്ന ഒരു സാധനമായിരിക്കും. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് ഓർഡർ ചെയ്തു താബാസ്കുഷി. ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ഈ വീഡിയോസിൽ മാത്രം ഈ ആൾക്കാർ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ വിഗ്ലി ആയിട്ടുള്ള സാധനം ഭയങ്കര സാറ്റിസ്ഫൈങ് എന്നൊക്കെ പറഞ്ഞ് കേട്ട അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി ഞാനും ഒന്ന് മേടിച്ചിട്ട് തൊട്ടനുഭവിക്കുക എന്നുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു താബാസ്കുഷി ഞാനും മേടിച്ചു. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ടേബിൾ ഡെക്കോറൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എന്താ പറയുക മാജിക് സ്ക്രീൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് ഇല്ലുമിനേറ്റ് ചെയ്ത് വരുന്ന സ്ക്രീന്, അതായിരുന്നു ഇത്. ഇത് വളരെ ചുരുക്കമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, 1-2 തവണയെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഹൈലൈറ്റ് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ചിക്ക്. ഈ ചിക്ക് നിങ്ങൾ മറക്കാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടുമിക്ക വീഡിയോകളിലും ഈ ചിക്കിനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ചിക്കും നമ്മുടെ സ്വന്തം ചിക്ക് കുറച്ച് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു മേടിച്ചൊരു സാധനം. ഈ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, കുറച്ച് മിറർ സെറ്റുകളാണ്. കുറച്ച് പീസസ് ഓഫ് മിറർ നമ്മൾ മിറർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു 4-5 പീസ് ഓഫ് ഇതുപോലെയുള്ള സർക്കിൾ മിറർ സെറ്റ് മേടിച്ചിട്ടുണ്ട്.
അടുത്തതായി നമ്മുടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലീഫോ അല്ലെങ്കിൽ ഗ്രാസ് എന്നൊക്കെ പറയുന്ന സാധനം മേടിച്ചു. പിന്നെ കുറച്ച് പോപ്സ്റ്റിക്കിൾസും പിന്നെ ബീഡ്സും മേടിച്ചിട്ടുണ്ട് വുഡൻ്റെ. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഇതുപോലെ ലീഫിൻ്റെ ഒരു റോള് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടസ്റ്റന്റ് ഓഫ് ദിസ് അൺബോക്സിങ് വീഡിയോ ആണ് നമ്മുടെ സ്വന്തം ബ്ലേഡ്. ഈ ബ്ലേഡ് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ്. എൻ്റെ 3ാമത്തെയോ 4ാമത്തെയോ ബ്ലേഡാണ്. ഈ 3-4 മാസത്തിൻ്റെ ഇടയിൽ എൻ്റെ പല ബ്ലേഡുകളും പൊട്ടിപ്പോവാണ്. എൻ്റെ കയ്യിലിരിപ്പ് കാരണമാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ്ങിൽ സാധനങ്ങൾ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 സാധനങ്ങളാണ് ഈ താബാസ്കോഷിയും ഈ ചിക്കും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും